السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين وبعد ആദരണീയരായ സഹോദരങ്ങളെ, ഓഗസ്റ്റ് മാസം 15-ാം തീയതി തീവ്ര ചിന്താഗതികളുടെ വിപത്തുകളും അവ സമൂഹത്തിന് വരുത്തിവെക്കുന്ന ആപത്തുകളുമാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ ഓർത്ത് ഭയഭക്തിയോടെ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര. അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കുന്നതാണ്. സത്യവിശ്വാസികളെ, മാരകമായ ഒരു രോഗം, പരക്കെ പടർന്നു പിടിച്ച ഒരു തിന്മ, സമൂഹത്തിൽ അത് വന്നു ഭവിച്ചാൽ അത് സമൂഹത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുകയും സ്വസ്ഥതയും സ്വൈര്യവും നശിപ്പിക്കുകയും ചെയ്യും. അത്തരമൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അത് വന്നുപെട്ടാൽ നിരപരാധികളുടെ രക്തമൊഴുകും, അഭിമാനം പിച്ചിച്ചീന്തപ്പെടും, ധനം അപഹരിക്കപ്പെടും, സാമൂഹിക വ്യവസ്ഥിതി ഇടറിപ്പോകും, മതപരമോ മാനവികമോ ആയ യാതൊരു അതിർവരമ്പുകളും അവിടെ തടസ്സമാവില്ല. തീവ്രവാദമെന്ന മാരക രോഗത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. തീവ്രത എന്നാൽ ഭാഷാപരമായി കാര്യങ്ങളുടെ അങ്ങേയറ്റം ശീലമാക്കുക എന്നതാണ്. അതുകൊണ്ടുതന്നെ തീവ്രവാദി മതത്തിൽ നിന്ന് അങ്ങേയറ്റങ്ങളെയാണ്, അഗ്രങ്ങളെയാണ് സ്വീകരിക്കുന്നത്. മതത്തിന്റെ സുന്ദരമായ മധ്യഭാഗവും ശരിയായ അംശവും അവൻ വേണ്ടെന്നു വെക്കുകയാണ്. വിശ്വാസത്തിന്റെ കാമ്പും കാതലും അവൻ കണ്ടില്ലെന്നു നടിക്കുകയാണ്. ദീനിന്റെ ലക്ഷ്യവും സർവാംഗീകൃത തത്വങ്ങളും അവൻ അവഗണിക്കുകയാണ്. അവന്റെ ചിന്തയിലും രീതിയിലും വാക്കിലും പ്രവൃത്തിയിലും ഈ വ്യതിയാനം പ്രകടമായിരിക്കും. ഒന്നുകിൽ അശ്രദ്ധ, അല്ലെങ്കിൽ അമിതമായ ശ്രദ്ധ. ഇതാണ് അവനെ നയിക്കുന്നത്. നമ്മുടെ പ്രവാചകർ നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്, അലാ ഹലകൽ മുതനത്തിഊൻ, അലാ ഹലകൽ മുതനത്തിഊൻ, അലാ ഹലകൽ മുതനത്തിഊൻ. ഉഗ്രവാദികൾ, അതായത് കടുംപിടുത്തം ശീലമാക്കിയവർ നശിച്ചിരിക്കുന്നു എന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞ് നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികളെ, ഒരാൾ തീവ്ര ചിന്താഗതിക്കാരനാവുകയും മാർഗഭ്രംശത്തിൽ അകപ്പെടുകയും ചെയ്യാനുള്ള കാരണങ്ങളിലൊന്ന്, കണ്ണിൽ കണ്ടവരിൽ നിന്നെല്ലാം അവൻ മതവിജ്ഞാനം നേടുന്നു എന്നതാണ്. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ വഞ്ചിതനാവുന്നു എന്നതുകൊണ്ടാണ്. ബുദ്ധിശാലിയും ചിന്താശീലനുമാവുക എന്നത് വിശ്വാസിയുടെ അടിസ്ഥാന ഗുണമാണ്. കാര്യബോധവും നിയന്ത്രണവും ഉണ്ടാവുക എന്നത് അവന്റെ പ്രത്യേകതയുമാവേണ്ടതാണ്. പിന്നെയും എങ്ങനെയാണ് മതത്തിന്റെ വേഷം ധരിച്ച് ഖുർആനിനും ഹദീസിനും വിരുദ്ധമായി സംസാരിക്കുന്നവരുടെ മുഴങ്ങുന്ന വാക്കുകളും തിളങ്ങുന്ന വാചകങ്ങളും അവൻ ഉൾക്കൊള്ളാനാവുക? നമ്മുടെ പ്രവാചകർ അത്തരം ആളുകളെ കുറിച്ച് ശക്തമായ താക്കീത് നൽകുകയും ഖവാരിജുകളെയും അവരെപ്പോലെയുള്ള എല്ലാ തീവ്രഭീകര ചിന്താധാരകളെയും വിശേഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, സയകൂനു ബഅദീ മിൻ ഉമ്മതി ഖൗമുൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹുലൂഖഹും. എനിക്കുശേഷം എന്റെ ഉമ്മത്തിൽ ചിലർ പ്രത്യക്ഷപ്പെടും. അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് അവരുടെ തൊണ്ടയിൽ നിന്ന് താഴോട്ടു പോവില്ല. അതായത് ആ പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ അർത്ഥം അവർ മനസ്സിലാക്കില്ല, ഉദ്ദേശ്യം അവർ ഉൾക്കൊള്ളുകയുമില്ല. പ്രവാചകർ തുടർന്നു പറഞ്ഞു, യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ്യ ثم لا يعودون فيه هم شرار الخلق والخليقة. അമ്പ് വില്ലിൽ നിന്നു തെറിച്ചു പോകുന്നതുപോലെ അവർ മതത്തിൽ നിന്നകന്നു പോവും, പിന്നീട് അവർ തിരിച്ചു വരില്ല. ഏറ്റവും നികൃഷ്ടമായ സൃഷ്ടികളും സ്വഭാവക്കാരും അവരാണ്. സംശയിക്കാൻ എന്തുണ്ട്? പ്രമുഖ സ്വഹാബി വര്യൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അത്തരം ആളുകളെയാണ് വിശുദ്ധ ഖുർആനിലെ الذين ينقضون عهد الله من بعد ميثاقه
ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹുവുമായി കരാർ ഉറപ്പിച്ച ശേഷം അത് ലംഘിക്കുന്നവരാണവർ. അള്ളാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ചത് വേർപെടുത്തുന്നവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, നഷ്ടം പറ്റിയവരും അവർ തന്നെ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഇത്തരം ആളുകളാണ്. യഥാർത്ഥത്തിൽ അവർ തന്നെയാണു നഷ്ടം ഭവിച്ചവർ. കാരണം അവർ ഖുർആനിക ആയത്തുകൾ മാറ്റിമറിച്ചു, സന്ദർഭങ്ങളിൽ നിന്നവയെ വെട്ടിമാറ്റി, അള്ളാഹു ഉദ്ദേശിക്കാത്ത വിധം ആയത്തുകളെ വ്യാഖ്യാനിച്ചു. ജനങ്ങളെ മതകാര്യങ്ങളിൽ പ്രതിസന്ധിയിലാക്കാനും കരുണയുടെ പാഠങ്ങളിൽ നിന്നകറ്റുവാനും സമൂഹത്തിന്റെ ഐക്യവും കെട്ടുറപ്പും തകർക്കുവാനുമാണ് അവരിത് ചെയ്യുന്നത്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ഷൈ, അതായത് തങ്ങളുടെ മതത്തിൽ പിളർപ്പുണ്ടാക്കുകയും വിവിധ കക്ഷികളായി പിളരുകയും ചെയ്തവരുമായി പ്രവാചകരെ അങ്ങേക്ക് യാതൊരു ബന്ധവുമില്ല എന്ന ആയത്തും ഫലമ്മാ സാഗൂ അസാഗല്ലാഹു ഖുലൂബഹും, അതായത് അവർ വഴിപിഴച്ചപ്പോൾ അള്ളാഹു അവരുടെ മനസ്സുകളെ നേർവഴിയിൽ നിന്നകറ്റി വ്യതിചലിപ്പിച്ചു എന്ന ആയത്തും ഇത്തരം ആളുകളുടെ കാര്യത്തിൽ ഏറെ വാസ്തവമാണ്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇസ്ലാമിലെ ആദ്യ അവാന്തര വിഭാഗമായ ഖവാരിജുകളാണ് ഈ ആയത്തിന്റെ ഉദ്ദേശ്യമെന്ന്. സത്യവിശ്വാസികളെ, തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധി കവർന്നെടുക്കുന്ന മറ്റൊരു മാർഗം അവരുടെ സഹാനുഭൂതിയെയും വൈകാരികതയെയും ചൂടുപിടിപ്പിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവരിൽ നിരാശ വളർത്തുകയും ചെയ്യുക എന്നതാണ്. പിന്നീട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗബയെക്കുറിച്ചും അതിന്റെ മാർഗങ്ങളെക്കുറിച്ചും തെറ്റായ ധാരണകൾ യുവാക്കൾക്ക് പകർന്നു നൽകുകയും നിലവിലുള്ള പ്രതിസന്ധികളെ പർവ്വതീകരിച്ച് പുതിയൊരു ഗൂഢാലോചനാ സിദ്ധാന്തം ആവിഷ്കരിച്ച് നാം എല്ലായിടങ്ങളിലും ഇരകളായി തീരുകയാണെന്ന ബോധം അനാവശ്യമായി വളർത്തുകയും അങ്ങനെ അവർ ആളെ കൂട്ടുകയുമാണ്. അതിനായി ധീരതയുടെയും സമർപ്പണത്തിന്റെയും പുതിയ പാഠങ്ങളും കൊച്ചു വീഡിയോകളുടെ സൈദ്ധാന്തികവൽക്കരണവും വിപ്ലവാത്മക ഗീതങ്ങളും ഇലക്ട്രോണിക് ഗെയിമുകളും വിഷലിപ്തമായ ചെറു സന്ദേശങ്ങളും വരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിഹാദ്, രാഷ്ട്രഭരണം, ഖിലാഫത്ത്, വിശ്വാസികളെ അവിശ്വാസികളാക്കി മാറ്റൽ, ജാഹിലിയത്ത് തുടങ്ങിയ സംജ്ഞകളെ അബദ്ധജടിലമായ നിർവചനങ്ങളിലൂടെ അവർ യുവതയ്ക്ക് പരിചയപ്പെടുത്തുകയുമാണ്. ഇതിനായി രാഷ്ട്രചിന്തയെ അപകടപ്പെടുത്തുന്ന എന്തും അവർ ഉപയോഗിക്കുകയാണ്. പൗരന്മാരെ രാജ്യത്തിനെതിരെ ഇളക്കിവിടുവാനും നേതൃത്വത്തിനെതിരെ പുറപ്പാടിനൊരുങ്ങാനും പ്രേരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ജാഗരൂകരായിരിക്കുക. ഇത്തരം ഛിദ്രശക്തികൾ പ്രചരിപ്പിക്കുന്ന വിപത്തുകളെ കരുതിയിരിക്കുക. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും രാജ്യത്തിന്റെ നേതൃത്വത്തെയും അനുസരിക്കുക. സത്യവിശ്വാസികളെ, കെട്ടുറപ്പുള്ള കുടുംബം തീവ്രചിന്തയിൽ നിന്നും വഴികേടിൽ നിന്നും മക്കളെ സംരക്ഷിക്കുന്ന സുശക്തമായ കോട്ടയാണ്. ഭീഷണിയിൽ നിന്നും അപഹരണത്തിൽ നിന്നുമുള്ള കാവലാണ്. മക്കളിൽ അപ്രതീക്ഷിതമായി വല്ല മാറ്റവും പ്രകടമാവുകയോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം പരുഷമാവുകയോ തീവ്രചിന്തയോ കടുംപിടുത്തമോ സംശയകരമാം വിധം സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവർ ഒറ്റപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതുമല്ലെങ്കിൽ ചിന്താപരമായ വൈകല്യങ്ങളുള്ള ആളുകളുമായി അവർ കൂട്ടുകൂടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ, ആദ്യമായി മക്കളുമായി നാം ശാന്തമായി വിഷയം സംസാരിക്കണം. യുക്തിസഹമായി അവരെ ഉപദേശിക്കണം. വ്യക്തിപരമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഫലം കാണുന്നില്ല എന്നു വന്നാൽ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളെ വിവരമറിയിക്കണം. അത് നമ്മുടെ മക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ കഷണങ്ങളെ സംരക്ഷിക്കുവാനാണ്. കാരണം പ്രവാചകർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ചെന്നായ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയതിനെയാണ് പിടികൂടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, തീവ്ര ചിന്താഗതിക്കാരുടെ മാനുഷിക പ്രകൃതം ഇല്ലാതായിട്ടുണ്ട്. മാനവികത അവരിലെന്നോ മരിച്ചുപോയിട്ടുണ്ട്. അവരുടെ ഉൾക്കാഴ്ച കെട്ടുപോവുകയും ചെയ്തു.
രാജ്യത്തെ ഔദ്യോഗിക സംവിധാനത്തിന്റെ അംഗീകാരങ്ങളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, മാനവിക പ്രവർത്തനങ്ങളിലൂടെ അവർ യുവാക്കളെ തീവ്രചിന്തയിലേക്കും ഭീകര കേന്ദ്രങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യാൻ വാതിലൊരുക്കുകയാണ്. ഇത്തരം ആളുകളെ നാം കരുതിയിരിക്കുക. മതവും നന്മയും മറയാക്കിയുള്ള ഈ തിന്മ നാം സൂക്ഷിക്കുക. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيُشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ وَإِذَا تَوَلَّى سَعَى فِي الْأَرْضِ لِيُفْسِدَ فِيهَا وَيُهْلِكَ الْحَرْثَ وَالنَّسْلَ وَاللَّهُ لَا يُحِبُّ الْفَسَادَ. ചില മനുഷ്യരുണ്ട്, ഭൗതിക ജീവിതത്തെക്കുറിച്ച് അവരുടെ സംസാരം താങ്കളിൽ കൗതുകമുണർത്തും. തന്റെ ഉദ്ദേശ്യശുദ്ധി ബോധ്യപ്പെടുത്തുവാനായി അവൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തും. യഥാർത്ഥത്തിൽ കൊടിയ തർക്കക്കാരാണവർ. അധികാരം ലഭിച്ചാൽ അവൻ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്, കൃഷിനാശം വരുത്താനാണ്, മനുഷ്യകുലത്തെ നശിപ്പിക്കുവാനാണ്. അള്ളാഹു ഒരിക്കലും കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.